പ്രൈസ് ലോർഡ്. ടിമിച്ചാൻ പറഞ്ഞതുപോലെ എന്റെ പേര് ജോജി എന്നാണ്. ഞാനിപ്പോൾ ഒമാനിലായിരിക്കുന്നു. ഒമാനിൽ നിസു എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ ഓൺ ചെയ്താൽ നല്ലതായിരുന്നു. ഇനിയും ബുദ്ധിമുട്ടുള്ളവർ വേണ്ട. കാരണം എല്ലാവരെയും ഒന്ന് കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റിയാൽ അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു. അത് അവരുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യുക. എന്റെ പേര് ഞാൻ പറഞ്ഞു. സ്ഥലം റാന്നി എടമുറിയായിരുന്നു. ഞാൻ ടിമിച്ചാനുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധത്തിന്റെ തുടക്കം എന്റെ മമ്മിയുമായിട്ടുള്ള ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട് എന്റെ മാതൃസഭയായിരുന്നു എടമുറി ചർച്ച് ഓഫ് ഗോഡ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഞങ്ങള് സ്ഥലം വിറ്റ് ഞങ്ങൾ ഇപ്പോൾ മുട്ടുമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത്. അപ്പൊ എന്റെ മമ്മിയുടെ മരണവുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് അന്ന് ടിമിച്ചാനെ കാണുവാനും എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയങ്ങളൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ എന്റെ മമ്മിയുടെ എല്ലാ അടക്ക ശുശ്രൂഷകളിലും ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയത് ടിമ്മിച്ചാനായിരുന്നു. പരസ്പരം ഞങ്ങൾക്ക് ഒരു ബന്ധവും കാര്യങ്ങളും അന്ന് ചർച്ചിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന മാതൃസഭയിൽ ആരാധിക്കുന്നു എന്നുള്ളത് ഒഴിച്ച് എനിക്ക് പരസ്പരം ബന്ധമോ കാര്യങ്ങളോ. പക്ഷെ എന്തെങ്കിലും അന്നേ ഞാൻ വിചാരിച്ചു വളരെ ആത്മാർത്ഥയോടെയാണ് അന്ന് ടിമ്മിച്ചാനും സഭയിലുള്ളവരൊക്കെ എന്റെ മാതാവിന്റെ അടക്ക സംബന്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു കാര്യങ്ങൾ പോലും ഞങ്ങൾ അറിഞ്ഞില്ല. വന്നു തൊട്ട് ഇടയ്ക്കൊക്കെ കോണ്ടാക്റ്റുകൾ ഉണ്ടെങ്കിലും ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് മസ്കറ്റ് ഇവിടെ വെച്ച് ഒന്ന് ചാറ്റ് ചെയ്യുവാനും കാര്യങ്ങളൊക്കെ ടിമിച്ചാൻ പറഞ്ഞതുപോലെ അപ്രകാരം ദൈവം സഹായിച്ചത്. ദൈവം നൽകി തരുന്ന എല്ലാ ബന്ധങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെയുള്ള മീറ്റിങ്ങിലൊക്കെ കുറച്ച് സമയമെങ്കിലും അറ്റൻഡ് ചെയ്യുവാൻ, 1-2 മീറ്റിങ്ങുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ നിസു എന്ന് പറയുന്ന സ്ഥലത്ത് വൈഫ് ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു മോനുണ്ട്. മോന് 8ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇരിക്കുന്നു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ ഇവിടെ ഒരു 8 വർഷത്തോളം ഉണ്ടായിരുന്നു. റീസെന്റ് ഞങ്ങൾ വന്നിട്ട് ഏകദേശം 1 വർഷത്തോളം ആവുന്നു. ദൈവം വളരെ അത്ഭുതകരമായിട്ടാണ് ഇന്ന് വരെയും ദൈവം വഴി നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. കാരണം ദൈവം ചെയ്യുന്ന പ്ലാനുകളും പദ്ധതികളും ഞാൻ ഇന്നലെ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു പാസ്റ്ററുടെ മെസ്സേജുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഏകദേശം ഒരു 14 വർഷം മുമ്പ് ഒരു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു ദേവദാസൻ കടന്നു വരികയും അന്ന് എന്നോടും വൈഫിനോടും വ്യക്തിപരമായിട്ട് സൗത്ത് ആഫ്രിക്കയുമായിട്ട് കണക്ട് ചെയ്തിട്ട് 1-2 ദൂത് ഞങ്ങളോട് കൈമാറി. ഇന്നലെ ആ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ദൈവം ആ ഒരു ചിന്ത കൊണ്ടുവന്നത്. ഒരു 14 വർഷം മുമ്പ് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തത്തിന്റെ നിവൃത്തിയായിട്ട് ദൈവം ഓരോ കാര്യങ്ങൾ യോജിപ്പിക്കുന്നത് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ ആ ശ്രേഷ്ഠത എത്രയോ വലിയതും ശ്രേഷ്ഠവുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്രകാരം നല്ലൊരു കൂട്ടായ്മ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും എന്റെ കൂടൊപ്പം എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആൻഡമാനിൽ നിന്ന് ലൂയിസ് എന്ന് പറയുന്ന അച്ചായനും ഇന്ന് നമ്മളോടൊപ്പം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർ ആൻഡമാനിലായിരിക്കുന്നു. അപ്പോൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്ക് ഞാൻ വോയിസ് കേൾക്കുവാനൊക്കെ ഇടയായി തീർന്നു. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം തരുന്ന മറുപടികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചെറിയ പ്രാർത്ഥനകൾ പോലും നമ്മുടെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത കൊണ്ടല്ലെന്നാൽ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കരുതലും ഏറ്റവും വലിയതായതുകൊണ്ടാണ് ഇപ്രകാരം ദൈവിക വിടുതലും. പ്രത്യേക ടിമിച്ചാന് ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ധാരാളമായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ ഞാൻ അധികം മുഖവരകൾ ഒത്തിരി പറഞ്ഞ സമയം കളയുന്നില്ല. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ അവസരം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അന്നേരം തൊട്ട് ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ, ഇന്ന് രാത്രി ഞാൻ എന്താണ് തന്റെ ജനത്തോട് സംസാരിക്കേണ്ടത്? എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രൊഫഷണലായിട്ട് അങ്ങനെ ഇത് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇവിടെ നമുക്കറിയാമല്ലോ, സാധാരണ രീതിയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ പോലെ ഒരിക്കലും ദൈവവചനം പ്രസംഗിക്കാൻ സാധിക്കത്തില്ല. ദൈവവചനം പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ അസാധാരണമായ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരും ഞാനൊരു വോയിസ് കേൾക്കാൻ ഇടയായി തീർന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഏത് ആന്റിയാണ് മെസ്സേജ് വിട്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് ചിമ്മിച്ചാൽ എനിക്ക് മെസ്സേജ് വിട്ടു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം നമ്മൾ ആരും പ്രഗത്ഭരായിട്ട് ഒന്നുമല്ല. ഇതിനകത്ത് തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവശങ്ങളൊക്കെ വരെ. എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എല്ലാം ദൈവത്തിന് നന്നായി ചെയ്യുവാൻ വേണ്ടി കഴിയും. പൂർണ്ണ മുഴുമഹത്വവും എന്റെ ദൈവത്തിന് കരയേറ്റുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുവാൻ ഏൽപ്പിച്ച വചനം ഇതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ?
സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങ് നൽകി തന്ന അവസരത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ ശ്രേഷ്ഠതയ്ക്കും കരുണയ്ക്കുമായ നന്ദി. ഇന്ന് രാത്രികാലം അടിയിൽ ഒന്നുമില്ല, ഏതുമില്ലെന്ന് സമ്മതിക്കുന്നു, സമർപ്പിക്കുന്നു. യേശോപ്പ, അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കണം, അങ്ങയുടെ ആത്മാവ് സംസാരിക്കണം. അങ്ങയ്ക്ക് ഹിതമുള്ളത് സംസാരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണം. അങ്ങയ്ക്ക് ഹിതമില്ലാത്ത ഒരു വചനം പോലും അടിയന്റെ നാവിന്റെ മേൽ ഉണ്ടാകരുത്. എന്നാൽ പറയുവാനുള്ള കാര്യങ്ങൾ, കർത്താവിന്റെ ആലോചന അടിയനോട് സംസാരിക്കണം, തന്റെ ജനത്തോട് സംസാരിക്കണമേ. സമ്പൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം ഇവിടെ വായിച്ചു കേട്ടത് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ റോമയിലുള്ള റോമർ 1:3 ഇപ്രകാരം നമുക്ക് വായിക്കുന്നുണ്ട്. പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പോൾ റോമയിലുള്ള വിശുദ്ധർക്കും എല്ലാവർക്കുമായി എഴുതിയ ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. അവിടെ ആ അധ്യായം അവസാനിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജനത്തോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. 3 കാര്യങ്ങളിൽ നിന്നും ഒന്ന് സംസാരിച്ചിട്ട് വേഗത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്യത്തിനകത്ത് പറയുന്ന 3 കാര്യങ്ങൾ ഇതാണ്. 1, സമാധാനത്തിന്റെ ദൈവം. 2, വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം. 3, സാത്താനെ ചതച്ചു കളയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സമാധാനത്തിന്റെ ദൈവം, പ്രത്യേക നമുക്കറിയാം ഈ ലോകം സമാധാനം തരുന്ന ലോകമല്ല. ഇന്ന് എല്ലാ ജനങ്ങളും സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു കാലഘട്ടമാണ്. സമാധാനം ലഭിക്കുന്നതിന് പൈസ ഇല്ലാത്തതല്ല വിഷയം. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിലൊക്കെ പൈസ ഉള്ള എത്രയോ പേർ ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തിൽ നിന്നും അവരുടെ ജീവനെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അനേകർ ആത്മഹത്യകൾ ചെയ്തു. എന്തിന്റെ പേരിലാണ്? പൈസ ഇല്ലാത്തതിന്റെ പേരിലല്ല, സമാധാനം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മാത്രം ഈ ലോകത്തിൽ നിന്ന് അനേകർ പട്ടുപോകുമ്പോൾ ഇവിടെ നാം വായിക്കുന്ന ഇതാണ്: സമാധാനത്തിന്റെ ദൈവം. നമ്മുടെ ദൈവത്തിന് മാത്രമേ നമുക്ക് സമാധാനം തരുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത തന്നെ സമാധാനത്തിന്റെ ദൈവം എന്നാണ്. യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 14:27 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 14:27. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ വായിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. നമുക്കറിയാം, നമ്മൾ ഇന്ന് വിശ്വാസികളായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന അവസരങ്ങളിലും അനവധി ബുദ്ധിമുട്ടുകൾ കൂടെ, ഭാരങ്ങൾ കൂടെ, പ്രയാസങ്ങൾ കൂടെ ഒക്കെയാണ് പലരും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തിലും പിടിച്ചു നിൽക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ തന്റെ ജനത്തിന്റെ മേൽ പകരുന്നത് വളരെ അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ, കഴിഞ്ഞ നാളത്തെ പ്രതിസന്ധികൾ നമ്മൾ എടുത്തു നോക്കിയാൽ, കഴിഞ്ഞ നാളത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും: എങ്ങനെ ഇതിനെയൊക്കെ അതിജീവിച്ചു. നാളെ എങ്ങനെ നേരം വെളുപ്പിക്കുമെന്ന് അറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ നാളത്തെ ദിവസം എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ പറ്റാത്ത അനവധി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ വന്നപ്പോഴും നമ്മളെ ദൈവജനത്തെ പിടിച്ചു നിർത്തിയ ഏക കാര്യം എന്താണ്? ദൈവത്തിന്റെ സമാധാനം. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് സമാധാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേട്ടു എന്നതിന്റെ അടയാളം എന്താണ്? നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേട്ടു എന്നതിന്റെ അടയാളം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? വിടുതലാണ്. വിടുതൽ ശരിയാണ്. അതല്ലാതെ എന്തെങ്കിലും ആൻസർ? സമാധാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആന്റി പറഞ്ഞത്, ജിമിച്ചാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. എങ്കിലും സമാധാനമാണ് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം ദൈവം കേട്ടു എന്നുള്ളതിന്റെ നമുക്ക് ദൈവം തരുന്ന സൈനാണ് സമാധാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിൽ ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് രാത്രികാലം സമാധാനം നഷ്ടപ്പെട്ട വിഷയത്തിന്റെ മേൽ ദൈവം കൈകാര്യം ചെയ്യുവാൻ വേണ്ടി പോവുകയാണെന്ന്, കഴിഞ്ഞ നാളുകളിൽ ഭാരപ്പെട്ട വിഷയത്തിന്റെ മേൽ ദൈവം കൈകാര്യം ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. അത് സാധാരണ രീതിയിൽ നാളുകൾ കഴിഞ്ഞിട്ടല്ല, വേഗത്തിൽ തന്നെ
നാം വായിച്ചു, വേഗത്തിൽ തന്നെ ദൈവം ചില കാര്യങ്ങൾ, ഇനിയും അതിന് കാലതാമസം വരത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി എന്നോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തതായിട്ട് നാം സാത്താനെ ചതച്ചു കളയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പലപ്പോഴും നമുക്ക് വരുവാൻ കഴിയാനോ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനോ കഴിയത്തില്ല. അതിനൊക്കെ എന്ത് വരികയാണ്? കാലതാമസങ്ങൾ വരികയാണ്. ഈ കാലതാമസം വരുത്തുന്നത് പല കാര്യങ്ങൾ, ദൈവമായിട്ട് കാലതാമസങ്ങൾ വരുത്തുന്നതുകൊണ്ട്, എന്നാൽ അതിലുപരി പിശാചായിട്ട് കാലതാമസം വരുത്തുന്ന അനേക മേഖലയുണ്ട്. പലപ്പോഴും ദൈവജനത്തിന് ദൈവമാണോ കാലതാമസം വരുത്തുന്നത്, പിശാചാണോ കാലതാമസം വരുത്തുന്നത്, പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാം കാണുമ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈ കഷ്ടത, ഈ ബുദ്ധിമുട്ട്, ഇത് ദൈവം തന്നതാണെന്ന് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ആശ്വസിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാചിന്റെ ഏറ്റവും വലിയൊരു ട്രാപ്പാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ദൈവജനം അനുഭവിക്കേണ്ട സന്തോഷം, ദൈവജനം അനുഭവിക്കേണ്ട സമാധാനം, അത് നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത് പിശാചിന്റെ മെയിൻ ടാർഗറ്റാണ്. നാം അസമാധാനത്തിൽ തുടരണമെന്ന് ഒരിക്കലും നമ്മുടെ സ്നേഹനിധിയായ സർവശക്തനായ ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നാം സമാധാനത്തോടെ ആയിരിക്കണം, സന്തോഷത്തോടെ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ സമാധാനമാണ് നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്. ഇന്ന് രാത്രികാലം പ്രിയ ദൈവജനമേ, സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ജീവിതത്തിലോ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന് ആ വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവം ഇവിടെ പറയുകയാണ്, ചില കാര്യങ്ങൾ വേഗത്തിൽ തന്നെ. നാം വായിച്ച വാക്യം ഇതാണ്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കയ്യിൽ. എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിൽ പിശാചി നമ്മളെ ഒതുക്കിയിട്ട മേഖലകളിൽ, കഴിഞ്ഞ വർഷങ്ങൾ, എന്റെ ജീവിതത്തിൽ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏകദേശം 14 വർഷക്കാലം പിശാച് പലപ്പോഴും പല രീതികളിൽ കൂടെ ഞാൻ ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ ഒന്നിനുമേറെ ഒന്നായി തടസ്സങ്ങൾ ഇട്ടുകൊണ്ട് പോരാടിയ ഒരു വിഷയമുണ്ട്. എന്നാൽ ദൈവത്തിന് പലപ്പോഴും എന്റെ ജീവിതത്തിൽ എനിക്കത് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചത്, ഞാൻ മനസ്സിലാക്കിയതും ഇത് ദൈവം തന്നതാണ് എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ കാര്യങ്ങളെ കൊണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അതിന് വ്യക്തമായ ബോധ്യം തന്ന് തക്ക സമയത്താണ് ദൈവം ആ വിഷയത്തിനുമേൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എനിക്ക് ഉറപ്പോടെ കഴിയാൻ വേണ്ടി പറയും, കഴിഞ്ഞ നാളുകളിൽ ഏതൊക്കെ മേഖലകളിൽ പിശാച് നിങ്ങളെ വലിഞ്ഞു കെട്ടിയിട്ടുണ്ടോ, അവിടെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരം അതിശക്തമായിട്ട് വരുമെന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഉറപ്പ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തായിട്ട് നമുക്ക് കാണുകയാണ്, സാത്താനെ കാൽക്കീഴെ ചതച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ച വേദനകൾ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ച ഭാരങ്ങളുണ്ട്. ആരോടും പറയുവാൻ കഴിയാതെ, നാം അറിയാതെ, എന്തിനെന്നറിയാതെ, നമുക്ക് പോലും എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിയാതെ വണ്ണം മനഃപൂർവ്വമായിട്ട് കാലതാമസങ്ങൾ വരുത്തി ബുദ്ധിമുട്ടുകൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കാര്യത്തിന് മേൽ കർത്താവിന്റെ കരം ചലിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഇവിടെ കാണുന്നു, കഴിഞ്ഞ നാളുകളിൽ നീ ഒറ്റയ്ക്കാണ് തുടങ്ങുന്നതെങ്കിൽ ഈ വചനം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും, നിന്റെ കാൽ കീഴെയാണ് എന്ത് ചെയ്യുന്നത്? ശത്രുവിനെ കാൽ കീഴെയാക്കുവാൻ വേണ്ടി പോകുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം കഴിഞ്ഞ നാളുകൾ ദൈവത്തെ ആരാധിക്കുന്ന നിന്നെ ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. കഴിഞ്ഞ നാളുകൾ ദൈവത്തെ സ്തുതിച്ച നിന്നെ ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാൽ കീഴെ തന്നെ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പോകുന്നത് നീയല്ല, നമ്മളല്ല യുദ്ധം ചെയ്യാൻ. നമുക്ക് വേണ്ടി, നമുക്ക് പ്രതിയോഗിയായിട്ട് നിന്ന പിശാചിനെ തകർത്തുകൊണ്ട് ചതയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രഷ് ചെയ്യുക എന്നാണ് ഇംഗ്ലീഷിൽ അതിനകത്ത് വായിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽക്കീഴ് എന്ത് ചെയ്തിരിക്കുകയാണ്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്നിട്ടുള്ളത് നമ്മുടെ കാലുകളുടെ മേലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവം നിനക്ക് വിരോധമായിട്ട് നിന്നതിനെ, നിനക്ക് പ്രതികൂലമായിട്ട് നിന്നതിനെ നിന്റെ കാൽക്കീഴ് നിനക്ക് ചവിട്ടുവാൻ വേണ്ടി തരുന്ന ദിവസമാണ് ഇതെന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, സാത്താൻ ബന്ധിച്ച്, സാത്താൻ തകർത്ത് കളഞ്ഞ അനേകരുടെ ജീവിതങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യം വേഗത്തിൽ വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ന്റെ 16-ാമത്തെ വാക്യം.
2 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിക്കാമോ ലഭിച്ച? ലൂക്കോസിന്റെ ലൂക്കോസ് സുവിശേഷം 13:16. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിട്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. വിടേണ്ടതല്ലയോ എന്ന ഉത്തരം പറഞ്ഞു. ലൂക്കോസ് 10 തൊട്ട് 14 വരെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള അനേക ദേവദാസന്മാർ ഈ ഒരു വചനത്തിൽ കൂടെ ഇടപെട്ടിട്ടുള്ള വാക്യമാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. സാത്താൻ ചില കാര്യങ്ങളെ, വർഷങ്ങളുടെ കെട്ടുകൾ, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറയുന്നത് 18 വർഷത്തിന്റെ കെട്ടുകളെ യേശു കർത്താവിന്റെ കരകളിലേക്ക് കിട്ടിയപ്പോൾ നിമിഷത്തിനുള്ളിൽ ആ കെട്ട് പൊട്ടിച്ചൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു കർത്താവ് ഒരു ശബത്തിൽ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ 18 വർഷമായിട്ട് കൂനിയായിട്ടിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് തൊടുന്നതായിട്ട് കാണുവാൻ വേണ്ടി കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഞാൻ ആ വചനം വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലായ കാര്യം, ഈ ഒരു സ്ത്രീയുടെ പ്രായമൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും ജന്മന ഉള്ള ഒരു രോഗമല്ല. രോഗബന്ധനം എന്ന് പറഞ്ഞിരുന്നത് ജന്മന ഉള്ള ഒരു രോഗമായിട്ട് വചനത്തിനകത്ത് പറയുന്നില്ല. അതിന്റെ അർത്ഥം ആരോഗ്യമായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ, ആരോഗ്യമായിട്ട് നടന്നിരുന്ന ഒരു സ്ത്രീയുടെ മേൽ വളരെ വളരെ പതുക്കെ ഒരു കൂന് പോലെ വന്നിട്ട് അതൊരു രോഗമായിട്ട് ബാധിച്ചതാണ്. നമുക്കറിയാം, പിശാച് ഒറ്റ ദിവസം കൊണ്ടല്ല ഒരു മനുഷ്യനെ ആക്രമിക്കുന്നത്. വളരെ ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മനുഷ്യനെ നമുക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. നമുക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവമാണോ പിശാചാണോ ഇതിന്റെ പിന്നിലെന്ന് പലപ്പോഴും എന്ത് ചെയ്യത്തില്ല, നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ യേശു കർത്താവ് പറയുന്നുണ്ട് എന്താണ്, വ്യക്തമായിട്ട് ഈ കൂനിന്റെ പിറകിൽ, ഈ രോഗത്തിന്റെ പിന്നിൽ എന്താണ് പറയുകയാണ്. സാത്താൻ 18 വർഷമായിട്ട്, നമ്മൾ ആലോചിച്ച് നോക്കണമേ, 18 വർഷം ഒരു കുടുംബത്തെ ബന്ധിക്കുക ചെറിയ കാര്യമാണോ? 1 or 2 വർഷമല്ല. ഞാൻ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ജന്മന ഒരാൾക്ക് ഒരു കണ്ണ് കാണാൻ പറ്റത്തില്ല എങ്കിൽ അവർ ജനിച്ചു കഴിയുമ്പോൾ തന്നെ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകും. അല്ലെങ്കിൽ ജന്മന ഒരു രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാലിന് മുടന്തായിക്കോട്ടെ, എന്ത് അസുഖങ്ങളാണെങ്കിലും അവർ ജനിച്ചപ്പം തൊട്ട് ആ രീതിയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് പോകും. എന്നാൽ പൊടുന്നനവേ, ഞാൻ എന്റെ മാവി കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 4 മാസം മുമ്പ് എന്റെ മാവി മരിച്ചു. ബോംബെയിലാണ്, അവർ വിശ്വാസത്തിലൊക്കെ ആയിരുന്നു. ഒരാഴ്ച ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കണ്ണിന് എന്തോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 55 വയസ്സ് ഏതാണ്ടേ ഉള്ളൂ, 55 വയസ്സേ ഉള്ളൂ. അവർ ബോംബെയിലാണ്. പെട്ടെന്നാണ് ഒരാഴ്ച കൊണ്ട് ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഈ രോഗത്തിന് മരുന്നില്ല, ഇനി ഇതിനകത്ത് ഒരു ട്രീറ്റ്മെന്റുകളും ഇല്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്ന് 3-ാമത്തെ ദിവസം 2 കണ്ണിന്റെയും കാഴ്ച പോയി. ഈ 2 കണ്ണിന്റെയും കാഴ്ച പോയി കഴിഞ്ഞിട്ട് വെപ്രാളപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അതുവരെ കണ്ടുകൊണ്ടിരുന്ന, കൊച്ചിനെ കണ്ടുകൊണ്ടിരുന്ന, ഭർത്താവിനെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് പിറ്റേ ദിവസം തൊട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ജന്മന ഒരാൾക്കൊരു രോഗമാണെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. എന്നാൽ പൊടുന്നനവേ വരുന്ന രോഗങ്ങളോ പൊടുന്നനവേ വരുന്ന കാര്യങ്ങളോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ശരീരം തന്നെ ഒന്ന് കൂനി ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു 10-15 മിനിറ്റോ ഒന്ന് കൂനി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ശരീരത്തിന്റെ എല്ലാ സിസ്റ്റത്തെയും എന്ത് ചെയ്യുമെന്നറിയാവോ? ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കൂടെ ബന്ധപ്പെട്ട് പറയുകയാണ്. എല്ലാ സിസ്റ്റത്തെയും നമുക്ക് നേരാവണ്ണം ഒന്ന് കഴിക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, നന്നായിട്ട് ശ്വാസം വിടാൻ പറ്റത്തില്ല ഒരു മനുഷ്യന്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരുടെ നോട്ടം ഒരിക്കലും നേരെ പോലെ എന്ത് ചെയ്യുകയാണ്, വളഞ്ഞിരിക്കുകയാണ്. പിശാച് ആ രീതിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ബന്ധിച്ച ഒരവസ്ഥയാണ് കാണാൻ വേണ്ടി കഴിയും. നമുക്കിവിടെ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പിശാച് ചില മേഖലകളിൽ നമ്മുടെ തലയെ ഉയർത്താൻ കഴിയാതെ വണ്ണം നമ്മുടെ തലയെ കുരിപ്പിക്കുന്ന ചില അവസ്ഥകളുണ്ട്. ഇന്ന് രാത്രികാലവും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് പറയുന്നത്, വർഷങ്ങളായിട്ട് ആരോടും പറയാതെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആരോടും പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ മാനസികമായിട്ട് തല ഉയർത്താൻ പറ്റാത്ത അവസ്ഥകൾക്ക് കൂടെ പോകുന്നവർ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായിട്ട് പറയുന്നു, ദൈവം നിന്റെ തലയെ ഉയർത്താൻ വേണ്ടി പോവുക, ദൈവം നിന്റെ തലയെ മാനിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നീ ഒറ്റപ്പെട്ട് നടന്നെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നീ വേദനിച്ച്, നമ്മൊന്ന് ആലോചിച്ച് നോക്കണമേ, ശരീരത്തിൽ ഒരു രോഗവൈകല്യമുള്ളവരെ ഉൾക്കൊള്ളാൻ ആരും തയ്യാറാകത്തില്ല, ഒരു വ്യക്തികൾ പോലും തയ്യാറാകത്തില്ല. ആരും ഇവരൊന്നൊരു ചർച്ച വന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു സ്ത്രീ പള്ളിയിൽ വന്നതാ,
എനിക്ക് സന്തോഷകരമായ ഒരു സാമ്യം, ഇത്രയും രോഗമായിട്ടും ഒരാരാധന പോലും എന്ത് ചെയ്തിട്ടില്ല, ഈ സ്ഥിതി മുടക്കിയിട്ടില്ല. യേശു കർത്താവ് പറഞ്ഞിട്ട് വന്നയാളല്ല, അപ്രതീക്ഷിതമായിട്ട് വന്നയാളാണ്. നമുക്കൊക്കെ, ഞാൻ ഉൾപ്പെടെ, ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ 2 ആഴ്ച എന്ത് ചെയ്യും, പോകാതിരിക്കാൻ നമ്മൾ നോക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, സഭയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നിൽക്കുന്ന ആരാധനാലയത്തിൽ പോലും പെട്ടെന്ന് ഒരു അംഗവൈകല്യമുള്ളവർ കയറി വന്നാൽ മാനുഷിക നിലകളിൽ നമ്മൾ ഇടപെടുന്ന രീതി എങ്ങനെ ആയിരിക്കും? അപ്പോൾ ഈ ഒരു സ്ത്രീ അനുഭവിച്ച വേദനകൾ എത്രത്തോളം ആയിരിക്കും? എന്തെല്ലാം ഒറ്റപ്പെടൽ! ആരെങ്കിലും ഈ സ്ത്രീയോട് കൂട്ടുകൂടാൻ സമ്മതിക്കുമോ? ആരെങ്കിലും ഒരു തമാശ പറയാനോ, ഒരു എന്തെല്ലാം പീഡനക്കൂട്ടുകൂടായിരിക്കും പോയത്. ഇവിടെ നമുക്ക് വായിക്കുന്നൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, സ്തോത്രം. ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ആരാധിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നാം ഉപേക്ഷിച്ച വിഷയങ്ങളുണ്ടെങ്കിൽ, അതായത് നാം പ്രാർത്ഥിച്ചു മടുത്ത വിഷയങ്ങളുണ്ടെങ്കിൽ, നാം പ്രാർത്ഥിച്ചിട്ട് ഇനി നടക്കത്തില്ലെന്ന് എഴുതി വെച്ച വിഷയമുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, ആ വിഷയത്തിന്റെ മേൽ, നീ പോലും പ്രാർത്ഥിക്കാതെ ഉപേക്ഷിച്ച വിഷയത്തിന്റെ മേൽ കർത്താവ് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കർത്താവ് ആ വിഷയത്തെ തൊട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കാര്യമുണ്ട്, സ്ത്രീയെ യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. അറിയാം, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബലഹീനതകളോ കുറ്റങ്ങളോ വന്നാൽ ഈ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്താൻ മാത്രമേ ശ്രമിക്കത്തുള്ളൂ. ഇവിടെ നമ്മുടെ യേശു കർത്താവിന്റെ സ്നേഹം നാം മനസ്സിലാക്കണം. എല്ലാവരും അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ സ്നേഹം ഇതാണ്. കർത്താവ് അടുക്ക വിളിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും വേണ്ട എന്ന് വെക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്കായിട്ട് ഇന്ന് രാത്രിയിലും ജീവിക്കുന്നുള്ളതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന്റെ സ്തോത്രം കരയുന്നു. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ നിന്നെ തള്ളിയാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിനക്ക് താൽക്കാലികമായിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താൽക്കാലികമായിട്ട് നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ മേഖലകളാണെങ്കിൽ പോലും ദൈവത്തിന്റെ കർത്താവ് ഒരു വിഷയത്തെ തൊട്ടതാ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ചോദിച്ചില്ല നിനക്ക് പലരോടും കർത്താവ് സൗഖ്യമാക്കിയ രീതികൾ വ്യത്യസ്തമാണ്. അവരോട് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുകയാണ് കർത്താവ്. അങ്ങനെ പോലും എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പോയ വേദന വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനി നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നല്ല, ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വിടുതലയക്കുകയാണ്, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമുക്കിത് കാണാൻ വേണ്ടി കഴിയും. 18 വർഷം പിശാച് ബന്ധിച്ച ബന്ധനത്തെ 18 സെക്കൻഡ് പോലും എടുക്കാതെ സർവശക്തനായ ദൈവം പൊട്ടിച്ചുവെങ്കിൽ ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ, വർഷങ്ങളായിട്ട് പിശാച് ബന്ധിച്ച മേഖലകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ നിന്നും വിടുതലുകൾ ദൈവജനത്തിന്റെ മേൽ ദൈവം പകരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാൻ പറയും, അവർ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ 18 വർഷം മനുഷ്യനെ കാണാതെ, ഫേസ് ചെയ്യാതെ, ബുദ്ധിമുട്ടി ഭാരപ്പെട്ട് വേദനിച്ച് നടന്ന വിഷയത്തിന് മേൽ തല ഉയർത്തി കൊടുത്ത ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, ദൈവം ചിലരുടെ തല ഉയർത്താൻ വേണ്ടി പോകുന്നു. നീ നിന്ദിക്കപ്പെട്ട മേഖലകളിൽ, നീ ഭാരപ്പെട്ട മേഖലകളിൽ, വേദനിച്ച് നിന്നെ മാറ്റി നിർത്തിയ മേഖലകളിൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന അവസ്ഥ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട് നിന്നെ ഒരു സാക്ഷിയാക്കി ദൈവം നിർത്തുവാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ ദൈവം ഹല്ലേലൂയ, നാം വായിച്ചതുപോലെ ഹല്ലേലൂയ, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽക്കീഴെ ചതച്ചു കളയും. പ്രതിയോഗി എത്ര ഉന്നതനായിരുന്നാലും ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സമയമുണ്ടെങ്കിൽ, ആ സമയത്ത് ഭൂമിയുടെ ഏത് കോടിക്കടന്നാലും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പൊക്കിയെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം നമ്മുടെ മേൽ ിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമ്മുടെ മേൽ പകർന്നതിന് ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കളിതമാശ
അല്ല, പിശാചിട്ട് ഞോൻ ചാടാൻ വേണ്ടി തന്നിട്ടുള്ള ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അഭിഷേകമല്ല. ദൈവം പ്രത്യേക പ്ലാനോടുകൂടി, പ്രത്യേക പദ്ധതിയോടുകൂടി, പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രികാലം ദൈവം അഭിഷേകം പകർന്നിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ പിശാച് കളിക്കേണ്ട കളിയൊക്കെ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. വേഗത്തിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ദൈവം സംഭവിപ്പിക്കാൻ വേണ്ടി പോകുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം കർത്താവിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ ഇതിന്റെ ബുദ്ധിമുട്ട് ദൈവം കണ്ടു. ദൈവമക്കളെ, കഴിഞ്ഞ നാളുകൾ ഇതിന്റെ ഭാരം ദൈവം അറിഞ്ഞിട്ടുണ്ടെന്ന് ദൈവം വീണ്ടും വീണ്ടും പറയുന്നു. ഹല്ലേലൂയ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനും ചേർത്ത് പിടിക്കണ്ട, ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ട, ആരും നമുക്ക് സമാധാനം പറയണ്ട. എന്നാൽ നിനക്ക് വേണ്ടി സമാധാനം പകരുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവത്തിന്റെ പൈതലേ, നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ അഖിലാണ്ടത്തെ നിർമ്മിച്ച സർവശക്തൻ നിന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ അവൻ നിനക്ക് വേണ്ടി കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ വേണ്ടി പോവുകയാണ്. അവൻ നിന്നെ മാനിക്കുവാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ നാളിൽ ഹല്ലേലൂയ ഇനി പിശാചിന് അവസരം കൊടുക്കില്ല ദൈവമക്കളെ. കാരണം ഹല്ലേലൂയ പിശാചിന്റെ സമയം കഴിഞ്ഞു കേട്ടോ, പിശാചിന്റെ പ്ലാനുകൾ കഴിഞ്ഞു കേട്ടോ. ഇത് ദൈവത്തിന്റെ സമയമാണ്, ഇത് ദൈവത്തിന്റെ സമയമാണ്. അത് ദൈവം വേഗത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഗ്ലോറി ടു യു ലോർഡ് ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ 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 കർത്താവിന്റെ കരം ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠത എത്രയോ വലുതാണ് ദൈവമക്കളെ. നമ്മൾ ആരും വിശ്വസ്തരായിരുന്നിട്ടല്ല. ഹല്ലേലൂയ എന്നാൽ ദൈവത്തിന്റെ കൃപ എത്ര, കർത്താവിന്റെ സ്നേഹം എത്രയോ വലിയതാണ്, കർത്താവിന്റെ കരുണ എത്രയോ വലിയതാണ്. ഹല്ലേലൂയ നമ്മൾ ആരുടെയും ഹല്ലേലൂയ കൂടുതൽ കൊണ്ടല്ല നമ്മളോട് കർത്താവ് ഇടപെടുന്നത്, നമ്മുടെ ആരുടെയും ഹല്ലേലൂയ കഴിവ് കൊണ്ടല്ല കർത്താവ് ഇടപെടുന്നത്. നമ്മൾ ഹൃദയം ഒന്ന് വേദനിക്കുമ്പോൾ നാം പോകുന്ന മേഖലകൾ ഹല്ലേലൂയ അടുത്തുള്ളവർ അറിഞ്ഞില്ലെങ്കിലും, ഭാര്യ അറിഞ്ഞില്ലെങ്കിലും, ഭർത്താവ് അറിഞ്ഞില്ലെങ്കിലും, മക്കൾ അറിഞ്ഞില്ലെങ്കിലും, നിന്റെ മനസ്സ് പൂർണ്ണമായി അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ അറിയുന്ന, നിന്റെ ചിന്തകളെ അറിയുന്ന, നിന്റെ വിചാരങ്ങളെ അറിയുന്ന, ഈ ഭൂമിയിലായിരിക്കും നിനക്ക് വേണ്ടി സകലതും കരുതി വെച്ച ഒരു ദൈവം. നിന്റെ മുഖം ലജ്ജിക്കാൻ അവൻ ദൈവത്തിന്റെ വചനപ്രകാരം പറയുന്നു. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം പോലും ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ കൂനിയായ സ്ത്രീക്ക് വേണ്ടി ചെയ്ത ഒരു കർത്താവ്, ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവനാണ്. നമ്മൾ എത്രയോ അനുഗ്രഹം പ്രാപിച്ചവരാണ് പ്രിയ ദൈവമക്കളെ. അങ്ങനെ ഒരു സ്ത്രീക്ക് വേണ്ടി, ഒരു യഹൂദിയ സ്ത്രീക്ക് വേണ്ടി ചെയ്തെങ്കിൽ, സ്വന്തം രക്തത്താൽ ഹല്ലേലൂയ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ദൈവത്തിന്റെ ജനമേ, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവമോ, വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സമാധാനം തരുന്ന ദൈവത്തിൽ നമുക്ക് വീണ്ടും ആശ്രയിക്കാം. ഹല്ലേലൂയ. വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാം. ഹല്ലേലൂയ. സാത്താനെ കാൽ കീഴെ ചതയ്ക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ നാളുകളിൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം അങ്ങയുടെ ആത്മാവ് അടിയനോട് സംസാരിച്ചതിന് നന്ദി, തന്റെ ജനത്തോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. അപ്പൊ അങ്ങയുടെ വചനമാണ്, അങ്ങാണ് സംസാരിച്ചത്. അടിയനൊന്നുമില്ല, ഏതുമില്ലെന്ന് സമ്മതിക്കുന്ന കർത്താവേ. അങ്ങനോട് സംസാരിക്കുവാൻ പറഞ്ഞത് അടിയന്റെ നാവിൽ കൂടെ കർത്താവ് ഇടപെട്ടല്ലോ. തന്റെ ജനത്തിന്റെ മേലുള്ള വലിയ വിടുതലുകൾ നടക്കട്ടെ കർത്താവേ. ഈ വചനത്തിന്റെ പ്രവർത്തികൾ കർത്താവേ അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്ത കർത്താവേ. നാളുകളായി ഭാരപ്പെട്ടിരുന്ന, വേദനിച്ച വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് ചലിക്കുന്നല്ല കർത്താവേ. എന്റെ കർത്താവിന്റെ കരം വേഗത്തിൽ ചലിക്കുന്നല്ല കർത്താവേ. അതിനിയും കാലതാമസം വരികയില്ലെന്ന ദൈവം വാഗ്ദത്തം ചെയ്തല്ല ദൈവമേ.
അങ്ങയുടെ കൃപയിലും മറയ്ക്കുമാറാകണം കർത്താവെ. ഈ കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ. ലീഡ് ചെയ്യുന്നത് കർത്താവെ രമിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ ദാസിമാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരവരുടെ ഭാരങ്ങൾ, വേദനകൾ, ആകുലതകൾ എല്ലാം അറിയുന്ന കർത്താവെ, വീണ്ടും പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവെ ഈ ഒരു മിനിസ്ട്രി കർത്താവെ അനേകർക്ക് ആശ്വാസമായി അങ്ങയുടെ നാമത്തിന്റെ ശക്തി വെളിപ്പെടുന്ന ഒരു കൂട്ടായ്മയാക്കി ദൈവം ഇതിനെ മാറ്റുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ അങ്ങ് പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനമോത്വം എടുത്ത കൃപയ്ക്കായി സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും സമയം ഈ ഒരു കൂട്ടായ്മയോടൊപ്പം ആയിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശക്തമായ പ്രാർത്ഥന, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചതിന് ഹൃദയംഗമായിട്ടുള്ള നന്ദി കരയറ്റുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ കൃപ കൊണ്ടാണ് എനിക്ക് പ്രകാരം നിൽക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു യോഗ്യതകളും ഒന്നും പറയാനില്ല. എങ്കിലും ദൈവത്തിന്റെ കരം ശക്തമായിട്ട് കൂടെയിരുന്നു. ദൈവം ശക്തമായിട്ട് ദൈവം സംസാരിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തെ വാഴ്സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മകളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഞങ്ങൾക്ക് 8 മണിക്ക് ചർച്ചിലെ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ എന്നൊക്കെ ഞാൻ ടിപ്പിച്ചാണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വീഡിയോ ഓഫ് ആകും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോളാം. ഓക്കെ, എനിവേ സമയം തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഞങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വൈഫ്, മോന് ഉണ്ട്, നാട്ടിൽ മാതാപിതാക്കളൊക്കെ ആയിരിക്കുന്നു. എല്ലാ കാര്യത്തിനുമേലും കർത്താവിന്റെ കരം ശക്തമായി ചലിക്കേണ്ടതിന് പ്രത്യേകം ചിന്തിച്ചാൻ പറഞ്ഞതുപോലെ ഞാൻ 2 ആഴ്ചയോളമായി ബൈബിൾ കോളേജിലെ 2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേക ആ ക്ലാസ് ഒക്കെ ദൈവീയ പ്രകാരം പൂർത്തീകരിക്കപ്പെടുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. നിങ്ങളെ കുടുംബമായി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെയാണ് ഞങ്ങൾക്ക് പിൻബലമായിട്ട് ഉള്ളതെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞ സമയം തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ